നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. TN പ്രതാപൻ MPയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത്. നിർമ്മാണത്തിനിടെ വശം തകർന്ന പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ കണ്ടംകുളത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയില്ല. നിർമ്മാണത്തിലെ അപാകതയാണ് അരികുവശം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിനായി സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ 4 ദിവസമായി നടന്നുവന്നിരുന്ന ആണ്ടുനേർച്ച സമാപിച്ചു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ ആണ്ടുനേർച്ചയിൽ പങ്കെടുത്തു. കേച്ചേരി പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചേർന്നപ്പോഴാണ് ഭരണസമിതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഫെബ്രുവരി 26-ന് അവസാനിക്കും. ജനുവരി 28-ന് നടക്കേണ്ടിയിരുന്ന പൊതുയോഗം വടക്കാഞ്ചേരി മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 26-നു ശേഷം നിലവിലെ ഭരണസമിതി തുടരുന്നതിനെ സംബന്ധിച്ചുള്ള അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് തർക്കം ഉടലെടുത്തത്. തുടർന്ന് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുകയായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയും കോൺഗ്രസ് നേതാവുമായ ND സജിത് കുമാറിനും ദേവസ്വം ഭരണസമിതിയെ അനുകൂലിക്കുന്ന വിഭാഗത്തിൽ മണികണ്ഠനുമാണ് സംഘർഷത്തിൽ പരിക്കേറ്റ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുള്ളത്. പറ്റില്ല ഞങ്ങൾക്ക് തുറന്നു പുതിയൊരു കമ്മിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു അഡ്വോക്കറ്റ് കമ്മിറ്റി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതാക്കിക്കൊണ്ട്. കാരണം എന്നെപ്പോലെ ഒരു മെമ്പറായ മണികണ്ഠൻ വന്നിട്ട് ഇന്നോട് മാറി നിൽക്കാതെ പറഞ്ഞത് ഈ മാറി നിൽക്കുക എന്താ ചെയ്യുക, നീ ആരാ എന്നോട് പറയാൻ വെച്ചു, നീ മാറാം ആ പറഞ്ഞ ആ ചൂടായതിൽ അവനെ ഉപദ്രവിക്കാൻ നോക്കണം, പരമാവധി അടിക്കാനെ നോക്കിയിരുന്നു, കൊല്ലള രീതിയിൽ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് അവൻ കാലുകൊണ്ട് എൻ്റെ മണിത്തേക്ക് മോളിൽ ചവിട്ടി. അപ്പോൾ എനിക്ക് വേദനയായി. അത് വേദനയായപ്പോൾ എനിക്ക് വേദന കൊണ്ട് എനിക്കിതായപ്പോൾ ഇവിടെ വണ്ടിയിട്ട് ഞങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. പൊതുയോഗം നല്ല രീതിയിൽ അവസാനിക്കുന്ന നേരത്ത് പൊതുയോഗത്തിൽ ഈ കമ്മിറ്റിക്ക് മഹായിരുന്നതിന് യോഗ അംഗീകാരം നൽകുമ്പോൾ ഇവർ ബഹളം വയ്ക്കുകയാണ് ഉണ്ടായത്. ആ ബഹളം വയ്ക്കുന്ന രീതിയിൽ നാട്ടുകാരണം നിലയിലൊന്നും ഇരിക്കാൻ പറഞ്ഞതിൽ അസഭ്യമായിട്ട് പറയുകയാണ് ഉണ്ടായത്. യോഗത്തിൽ ഭരണസമിതിയുടെ ഏകപക്ഷീയ നിലപാട് ചോദ്യം ചെയ്തതിനാണ് സജിത് കുമാറിനെ മർദ്ദിച്ചതെന്ന് പൊതുയോഗ അംഗങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞു. ഭരണസമിതിയുടെ കാലാവധി ഈ ഫെബ്രുവരി 26-ാം തീയതി അവസാനിക്കുന്നതാണ്. പക്ഷേ ഈ 26-ാം തീയതിക്ക് ശേഷം അവരെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുള്ളൊരു നിർദ്ദേശം അവതരിപ്പിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഈ മെമ്പർമാരെ, ദേവസ്വം മെമ്പർമാരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ മെമ്പർമാരെ കൃത്യമായി അറിയിച്ചുകൊണ്ട് ഇതിനെതിരായിക്കൊണ്ടുള്ള വലിയൊരു ശക്തമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പോരാട്ടത്തിന് നടത്തുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മദ്യം കഴിച്ച് വന്നവരുൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചാണ് ഭരണസമിതി ഭാരവാഹികൾ അക്രമം നടത്താൻ തുനിഞ്ഞതെന്നും ആരോപിച്ചു. എന്നാൽ യോഗം അവസാനിച്ച ശേഷമാണ് തർക്കം ഉന്നയിച്ചതെന്നും സജിത് കുമാറും മണികണ്ഠനും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കി. അത് 5-6-7 പേരാണ് അത് പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ. അപ്പം അത് എല്ലാ ചട്ടങ്ങളും എല്ലാ തീരുമാനങ്ങളും എടുത്ത് അടിച്ച് പാസ്സാക്കിയതിന് ശേഷമാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ഗൗരവമുള്ള വിഷയമല്ല. ക്ഷേത്രത്തെ സംബന്ധിച്ച് അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അവർ നേരിട്ട് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഉന്തും തള്ളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിലുള്ള വീഡിയോ അനുസരിച്ച് ആദ്യം തള്ളിയത് വാർഡ് മെമ്പർ മണികണ്ഠനെയാണ്. ഞങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് മണികണ്ഠൻ അങ്ങോട്ട് ഉന്തുന്നത് കണ്ടത്. അത് അവർ 2 പേരും തമ്മിലുള്ളൊരു ചെറിയൊരു വിഷയമാണ്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ക്ഷേത്രത്തിൽ ആയിരുന്നു എന്ന് മാത്രം. ക്ഷേത്രത്തിൽ പുതിയ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണ്ടാക്കിയത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പഞ്ചായത്ത് അംഗം സജിത് കുമാറിനെ പ്രസിഡന്റ് രേഖ സുനിൽ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ചങ്ങരംകുളത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചങ്ങരംകുളം ആലങ്കോട് ഒസാര് വളപ്പിൽ 35 വയസ്സുള്ള അൻസാറാണ് മരിച്ചത്. ചങ്ങരംകുളം സെബീന റോഡിലായിരുന്നു അപകടം. അൻസാർ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന പിക്കപ്പ് വാനിൽ തട്ടി മറിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
ടി.എൻ. പ്രതാപൻ എം.പിയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ വിപിൻ ലാലിനെതിരെ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക എന്നതിന് IPC 153 വകുപ്പ്, 2011 കേരള പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകൾ പ്രകാരം തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ വർഗീയത ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ നിരന്തരം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും തന്നെ ജനങ്ങളുടെ മുന്നിൽ വർഗീയതയുടെ ആളാക്കി വാർത്തകൾ നൽകുകയുമായിരുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് തൃശൂരിന്റെ ജനകീയ വിഷയങ്ങളിൽ ഒപ്പം നിൽക്കുന്ന തന്നെ സമൂഹമാധ്യമത്തിൽ കരിവാരി തേക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നെന്നും MP വ്യക്തമാക്കി. ഇത്തരം നുണ ഫാക്ടറികളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് സമൂഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നും പ്രതാപൻ പറഞ്ഞു. സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന MP-യുടെ പരാതിയിലാണ് കേസെടുത്തത്. വ്യാജവാർത്ത, കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ടി.എൻ. പ്രതാപനെതിരെ നിരവധി വീഡിയോകളാണ് ഫാസ്റ്റ് റിപ്പോർട്ടേഴ്സ് യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. ചമ്മന്നൂർ നാസ് ആശുപത്രിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരായ പരൂർ മാഞ്ചിറ സ്വദേശികളായ പ്രാരത്ത് വീട്ടിൽ അശ്വിൻ, പോലിയത്ത് വീട്ടിൽ അക്ഷയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. വലത്തൂർ എക്സ് പ്രവർത്തകരും പരൂർ കാരുണ്യം ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 ദിവ്യബലിയും തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, കിരീടം എന്നിവയുടെ ആശീർവാദവും നടന്നു. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്ന അമ്പ്, കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പ് രാത്രി 11 മണിയോടെ ദേവാലയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യം അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 7 ദിവ്യബലിയും 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പുത്തൻപിടിക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പിന്റോ പുലിക്കോടൻ സന്ദേശം നൽകി. ഇടവകാംഗം കൂടിയായ ഫാദർ ജെയിംസൺ തെക്കേക്കര സഹകാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് 4 ദിവ്യബലിക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. പ്രദക്ഷിണം സമാപിച്ചതിനെ തുടർന്ന് ഫാൻസി വെടിക്കെട്ടും 7:30 മെഗാ ഫ്യൂഷൻ സംഗീത വിരുന്നും അരങ്ങേറി. ഫെബ്രുവരി 5 തിങ്കളാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ ഡോക്ടർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ ടോമി പാലയൂർ, ജോണി അറക്കൽ, ജോഷി അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ ഡിൻഡോ ഡൊമിനിക് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13ാം വാർഡിന് അനുവദിച്ച മിനി മാസ് ലൈറ്റ് മണിമലർക്കാവ് അമ്പല പരിസരത്ത് സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. പഞ്ചായത്ത് 13ാം വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാരായ ജോയ് CF, മെമ്പർമാരായ വിമല നാരായണൻ, സൈമൺ CD, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ സനൽ ജോയ്, ജിജോ ജേക്കബ്, പൊതുപ്രവർത്തകരായ രതീഷ്, സുരേഷ് പുതുക്കുളങ്ങര എന്നിവർ സംസാരിച്ചു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി പദ്ധതിയിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം നക്ഷത്ര വീടിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 6 വൈകിട്ട് 4 മണിക്ക് MLA AC മൊയ്തീൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ 10 ലക്ഷം രൂപയും വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നക്ഷത്ര വീട് നിർമ്മിച്ചത്. കുട്ടികൾക്ക് കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്ന പഠനത്തിനായുള്ള ശിശു സൗഹാർദ്ദ ഇടങ്ങൾ നക്ഷത്ര വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക ജൂലി പുലിക്കോട്ടിൽ ഇട്ടിമാത്യുവിനുള്ള യാത്രയയപ്പും ഇതോടൊപ്പം നടക്കും. 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റാർസിന്റെ ഫണ്ടും 5 ലക്ഷം രൂപ വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിലും വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നക്ഷത്ര വീട് എന്നുള്ള ഒരു ഇടം ഒരുക്കിയിട്ടുള്ളത്. വേലൂരിലെ 1917 ഈ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിതമാകുന്നത്. പുതിയ ഈ LDF സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഒരുക്കുക എന്നുള്ള നല്ല ക്ലാസ് മുറികൾ, നല്ല പഠന സൗകര്യങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക എന്നതിന്റെ ഭാഗമായാണ് കുട്ടികളെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലേക്ക്, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനാണ്
ഇത്തരത്തിലുള്ള പ്രീ പ്രൈമറികളെ ഏറ്റവും ആകർഷകമായി കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ളത്. വേലൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു പ്രീ പ്രൈമറിയാണ് ഈ രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാന്യായ MLA നിർവഹിക്കാൻ പോകുന്നത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വാർഡ് മെമ്പർ വിമല നാരായണൻ, പ്രധാനാധ്യാപിക TK രാജി, PTA പ്രസിഡന്റ് TJ ജെയിംസ്, അധ്യാപകരായ KK ചന്ദ്രൻ, സജിനി, നിറ്റി എന്നിവർ പങ്കെടുത്തു. അതായത് ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികളുണ്ട്, LP UP ഹൈസ്കൂളുകൾക്കായിട്ട് അതായത് വിഭാഗങ്ങൾക്കായിട്ട് കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. നമ്മുടെ സ്കൂളിൽ 5000-ൽ കൂടുതൽ പുസ്തകങ്ങളുള്ള ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര ഗണിത ലാബുകൾ, കുടിവെള്ള സൗകര്യം, ടോയ്ലറ്റ് കോംപ്ലക്സ്, സ്പെഷ്യലിസ്റ്റ് അധ്യാപക സേവനം എന്നിവയെല്ലാം ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാം നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിൽ നക്ഷത്ര വീട് ഒരുക്കിയിരിക്കുന്നത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. നിർമ്മാണത്തിനിടെ വശം തകർന്ന പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണ്ണൂർ കണ്ടംകുളത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയില്ല. 3 മാസം മുമ്പാണ് കുളത്തിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത്. ആസാദി കി അമൃത് മഹോത്സവ് പദ്ധതിയിലൂടെയാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. 13 ലക്ഷം രൂപയാണ് കുളത്തിന്റെ പുനരുദ്ധാരണത്തിന് അനുവദിച്ചിരുന്നത്. കുളത്തിന്റെ ആഴം കൂട്ടാനും ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്താനുമായിരുന്നു പദ്ധതി. കുളത്തിലെ മണ്ണെടുത്ത് ആഴം കൂട്ടിയെങ്കിലും കൽപ്പടവുകളുടെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ഇതിനിടെയാണ് ഒരു വശം തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് കുളത്തിന്റെ അരികുവശം ഇടിഞ്ഞു താഴാൻ ഇടയാക്കിയതെന്ന് ആരോപണം ഉയർന്നിരുന്നു. തകർന്ന ഭാഗം പുനർനിർമ്മിക്കുകയും കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളാണ് 3 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. പ്രസുതന്തി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പ്, കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ വള എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, ബാൻഡുവാദ്യം, നാസിക് ഡോൾ എന്നിവ ആഘോഷത്തിന് കൊഴുപ്പേകി. തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കാർമ്മികനായി. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പാവറട്ടി സെന്റ് ജോസഫ് മൊണാസ്ട്രി സുപ്പീരിയർ ഫാദർ ജോസഫ് ആലപ്പാട്ട് കാർമ്മികനായി. ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികനായി. തൃശൂർ ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഡോക്ടർ ഡെന്നി തണിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് വെള്ളർക്കാട് പള്ളി വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി കാർമ്മികനായി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരമായി. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, നടത്തുകൈക്കാരൻ MP ഫ്രാൻസിസ്, കൈക്കാരന്മാരായ CK ജോർജ്, KP ഫ്രിൻഡോ, ബിജോയ് ജോസ്, ജനറൽ കൺവീനർ MV തോമസ് എന്നിവരും വിവിധ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് നാളെ ജില്ലയിൽ സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ്, നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ സെക്രട്ടറി ജോജി തോമസ് എന്നിവർ അറിയിച്ചു. രാവിലെ തൃശൂർ റൗണ്ടിൽ നിന്നും ജാഥ ആരംഭിക്കും. തേക്കിൻകാട് മൈതാനിയിൽ സ്വീകരണ യോഗം നടക്കും. തുടർന്ന് 250 ബൈക്കുകളുടെയും 100ഓളം കാറുകളുടെയും അകമ്പടിയോടെ ചാവക്കാട് എത്തിച്ചേർന്ന് 2:30 ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണ യോഗം ആരംഭിക്കും. 5000-ൽ പരം വ്യാപാരികൾ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 5 മണിക്ക് ചാവക്കാട് നിന്നും അടുത്ത സ്വീകരണ സ്ഥലമായ കൊടുങ്ങല്ലൂരിലേക്ക് പോകും. ജനുവരി 28-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഫെബ്രുവരി 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. തിങ്കളാഴ്ച 5-ാം തീയതി കൃത്യം 2:30-ന് ചാവക്കാട് എത്തിച്ചേരുകയാണ്. വലിയ രീതിയിൽ വ്യാപാര മേഖലയ്ക്ക് ദോഷമുണ്ടാക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ, പൊതുജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ, ഓരോ മേഖലയിലും സ്പർശിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സംരക്ഷണത്തിനായി
കേരള ജനതയുടെ സംരക്ഷണത്തിനായാണ് യഥാർത്ഥത്തിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സര ഈ ജാഥ നയിക്കുന്നത്. വേലൂർ കിരാലൂരിൽ സഹോദരന്മാരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെടെ 6 പേരെയാണ് ഇൻസ്പെക്ടർ എ അജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അവണൂർ ചെറുശ്ശേരി വീട്ടിൽ 22 വയസ്സുള്ള ആദിത്യൻ, ഇയാളുടെ സഹോദരൻ 18 വയസ്സുള്ള നിജിൽ, പേരാമംഗലം കൈപ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള കമലേഷ്, അവണൂർ സൗഹൃദ നഗറിൽ നെല്ലിക്കുന്ന് വീട്ടിൽ 18 വയസ്സുള്ള വിജിത്ത്, കോട്ടയം കൈപ്പുഴ പറയൻകുന്നത്ത് 22 വയസ്സുള്ള ധനുരാജ് എന്നിവരെയും ഒരു 17 വയസ്സുകാരനെയുമാണ് അറസ്റ്റ് ചെയ്തത്. മുണ്ടൂർ തങ്ങാലൂർ നെടിയടത്ത് 30 വയസ്സുള്ള മനീഷ്, ഇയാളുടെ സഹോദരൻ 36 വയസ്സുള്ള മോനിഷ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. വാളും കത്തിയും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് 2 പേർക്കും വാരിയിലും പുറത്തും ആഴത്തിൽ കുത്തും വെട്ടും ഏറ്റിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കിരാലൂർ പള്ളിപ്പെരുന്നാളിന് സുഹൃത്തിന്റെ വീട്ടിലെത്തിയ സഹോദരന്മാരെ പിന്തുടർന്നെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രതികളിൽ പലരും മുൻപും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്രമാസക്തരായ പ്രതികളെ ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. സ്റ്റേഷനിൽ എത്തിച്ച പ്രതികൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചിരുന്നു. SI-മാരായ സി ശ്രീകുമാർ, KM അബ്ദുൾ ജബ്ബാർ, ASI AV സജീവ്, MAGG, പോലീസ് ഉദ്യോഗസ്ഥരായ സേവിയർ, K സഗുൺ, ശ്രീരാജ്, ഷിബു ജോർജ്, പ്രശാന്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ലോക ക്യാൻസർ ദിനത്തിൽ 3ാം തവണയും കേശദാനം ചെയ്തുകൊണ്ട് മാതൃകയായി പന്നിത്തടം താഴത്തേതിൽ ആഷിഫ് അഹമ്മദ്. 2 വർഷം കൂടുമ്പോഴാണ് ക്യാൻസർ രോഗികൾക്ക് കൃത്രിമ മുടി നിർമ്മാണത്തിനു വേണ്ടിയുള്ള കേശദാനം നടത്തുന്നത്. നിലവിൽ DYFI പന്നിത്തടം മേഖലാ പ്രസിഡന്റായ ആഷിഫ് ഹെയർ ഡോണേഴ്സ് കുന്നംകുളം കൂട്ടായ്മയുടെ കോർഡിനേറ്ററുമാണ്. ജീവകാരുണ്യ രംഗത്ത് സജീവമായ ആഷിഫിന്റെ അനുജത്തി അൽഷിഫയും കേശദാനം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വന്നൂർ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അൽഷിഫ. ചൊവ്വന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പൂരദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജയും നവകാഭിഷേകം, പഞ്ചഗവ്യാഭിഷേകം എന്നിവയുമുണ്ടായി. രാവിലെ പൂജകൾക്കു ശേഷം കല്ലഴി ഭഗവതിയെ ഗജവീരൻ സഭാമഠം തൃക്കണ്ടത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ 11 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് ദേശപ്രദക്ഷിണത്തിനു ശേഷം വൈകിട്ട് 5:30 പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പേരുകേട്ട 21 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. തുടർന്ന് നടക്കുന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകി. വൈകിട്ട് 6 മണിയോടുകൂടി വിവിധ കലാരൂപങ്ങളായ വേലകൾ, തിറ, പൂതൻ, കരിങ്കാളികൾ, തെയ്യങ്ങൾ, കാളകൾ എന്നിവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് എത്തിച്ചേർന്നു. 20ഓളം വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് നാടൻ കലാരൂപങ്ങൾ അരങ്ങേറിയത്. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്കു ശേഷം നടക്കൽ പറയുമുണ്ടായി. രാത്രി പൂരാവർത്തനമുണ്ടാകും. രാത്രി 1 മണിക്ക് എഴുന്നള്ളിപ്പ് നടക്കും. CCTV ന്യൂസ് കുന്നംകുളം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശ്വാസികൾ സെമിത്തേരിയിൽ അടക്കം ചെയ്ത പൂർവ്വ പിതാക്കന്മാരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി. യാക്കോബായ സുറിയാനി സഭ വിശ്വാസികൾ അന്യദേ ആചരിക്കുന്നതിന്റെ ഭാഗമായായിരുന്നു പ്രാർത്ഥന. രാവിലെ സുറിയാനി ചാപ്പലിൽ പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക ഖബറിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതിനായി ജില്ലാ ഭരണാധികാരികൾക്കും പോലീസിനും രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. സംഘർഷ സാധ്യത പരിഗണിച്ച് പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. വിശ്വാസികൾ സെമിത്തേരിയിലെത്തി പ്രിയപ്പെട്ടവരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തിയാണ് മടങ്ങിയത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ ദേവാലയത്തിൽ യാക്കോബായ വിഭാഗം അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് ഓർത്തഡോക്സ് വിഭാഗം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകി. ഇടവക വികാരി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നും പരാതിയിൽ പറയുന്നു. കോടതി വിധി പ്രകാരമുള്ള സംരക്ഷണം ദേവാലയത്തിന് വേണമെന്നും ഓർത്തഡോക്സ് വിഭാഗം ആവശ്യപ്പെട്ടു.
സ്കാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്യാൻ തൃശൂർ. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി നടത്തിയ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അൻവർ AV, വാർഡ് കൗൺസിലർ പ്രമീള MP, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ 32 വാർഡുകളിൽ നിന്നും ആശാപ്രവർത്തകർ വഴി വിവരങ്ങൾ ശേഖരിച്ച് രജിസ്റ്റർ ചെയ്തവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ഗൈനക്കോളജി, സർജറി, പൾമണോളജി, ENT, ഡെന്റൽ എന്നീ വിഭാഗങ്ങളിൽ പരിശോധനകൾ ഉണ്ടായിരുന്നു. ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. കൊഗ്നിഷ്യം 2K24 എന്ന പേരിൽ നടത്തിയ വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷനായി. പ്രശസ്ത എഴുത്തുകാരൻ P. സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ജില്ലാ സെഷൻ ജഡ്ജിയായി നിയമിതനായ അഡ്വക്കേറ്റ് KN പ്രശാന്ത്, അഡ്വക്കേറ്റ് AU മിർഷാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ RM ബഷീർ, ട്രസ്റ്റ് സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, പ്രിൻസിപ്പാൾ ബീന ഉണ്ണി, PTA പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നതിൽ നിന്നും പ്രധാന തന്ത്രി എന്ന നിലയിലേക്ക് മോദി അധപതിച്ചുവെന്ന് CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം PK പ്രേംനാഥ്. കർഷക തൊഴിലാളി യൂണിയൻ നേതാവും കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PN സുഗുദേവന്റെ ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മതേതര രാജ്യമായി നിലകൊള്ളുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന മോദി ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉദ്ഘാടനം ചെയ്യുകയും സർക്കാർ പരിപാടിയാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനും ഭരണഘടന അട്ടിമറിക്കാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ സംഘപരിവാർ നടത്തുന്നത്. പരമോന്നതമായ പദവിയിൽ ഇരുന്നുകൊണ്ട് മോദി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിലൂടെ രാജ്യം ഇതുവരെ കാത്തു സംരക്ഷിച്ച മതേതര മുഖം നഷ്ടമായിരിക്കുകയാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഒന്നിലും വിശ്വസിക്കാതിരിക്കാനും അവകാശമുള്ള ജനതയ്ക്ക് മേൽ ഭരണകൂടം തന്നെ മതം അടിച്ചേൽപ്പിക്കുന്ന സവിശേഷമായ സംഭവ വികാസങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രേംനാഥ് കൂട്ടിച്ചേർത്തു. മതത്തിനു രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയത്തിനു മതവും. അതാണ് സെക്യുലറിസം. തെറ്റെടുക്കാം. രാഷ്ട്രീയക്കാർക്ക് മതം പറ്റുമോ? ഓ. മതക്കാർക്ക് രാഷ്ട്രീയം പാടുണ്ടോ? പിന്നെ. പക്ഷെ എന്തു പറ്റില്ല? പാടില്ല മതത്തിനു രാഷ്ട്രീയം, പറ്റില്ല തരിമ്പും രാഷ്ട്രീയത്തിനു മതം. ഇതാ വ്യത്യാസം. ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമായതുകൊണ്ട് അതിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഒരു അമ്പലത്തിന്റെയോ ഒരു പള്ളിയുടെയോ ഒരു ചർച്ചിന്റെയോ ഒരു ഗുരുദ്വാരയുടെയോ ആഘോഷങ്ങൾക്ക് പോയി പങ്കെടുക്കുന്നതിൽ വിരോധമില്ല. ഉദ്ഘാടനം നടത്തരുത്, പ്രതിഷ്ഠ നടത്തരുത്. അത് ഇന്ത്യക്കെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്, മാനവികതയുടെ മാറു പുലർത്തുന്ന വൃത്തികേടാണ്. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി C. അംബികേശൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M. ബാലാജി, ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി MN സത്യൻ, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, സുഗുദേവന്റെ പത്നി ജനത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചൂരക്കുളത്തിന് സമീപത്തെ സുഗുദേവൻ സ്മാരക മന്ദിര പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മറ്റം സെന്ററിൽ സമാപിച്ചു. പ്രകടനത്തിന് CPIM നേതാക്കളായ റൻസൻ ഇമ്മട്ടി, NA ബാലചന്ദ്രൻ, KJ ബിജു, കബീർ മാസ്റ്റർ, AK സതീഷ്, പുഷ്പലത സുധാകരൻ, EV മജ്നു എന്നിവർ നേതൃത്വം നൽകി. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ PN സുഗുദേവൻ സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ 1000 കുടം ജലധാര അഭിഷേകവും നാമജപവും നടന്നു. ക്ഷേത്രം മേൽശാന്തി സുധീഷ്, അവണാവ് തിരുമേനി, ജഗൻ തിരുമേനി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു 1000 കുടമാടൽ ചടങ്ങുകൾ നടന്നത്. ഹരിദാസൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന ശിവനാമജപത്തിൽ നളിനി ടീച്ചർ, ശാന്തകുമാരി, സുശീല മോഹനൻ, മണികണ്ഠൻ, രവി തുടങ്ങി ഭക്തർ പങ്കെടുത്തു. ചെമ്മന്തിട്ട സുകുമാരൻ മാരാർ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, വെട്ടത്ത് വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രസാദ വിതരണവും ഉണ്ടായി. ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ഉണ്ണീശോയുടെയും കന്യാകാമറിയത്തിന്റെയും യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാളാണ് ആഘോഷിച്ചത്.
ശനിയാഴ്ച രാവിലെ 5:45 ആരാധന, ജപമാല, ദാസിദാസന്മാരെ വാഴിക്കൽ എന്നീ ചടങ്ങുകൾ നടന്നു. രാവിലെ 6:15 ഫാദർ ജെയ്സൺ വടക്കേതല കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവെഞ്ചിരിപ്പും നടന്നു. വൈകിട്ട് 7-നും 8-നും ഇടയിൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ആരാധനയും ജപമാലയും, 6:30-ന് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി ദിവ്യബലിയും നടന്നു. 10 മണിക്ക് ഫാദർ ആൽബിൻ ചൂണ്ടൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയുണ്ടായി. ഫാദർ പ്രജോ വടക്കേത്തല തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4:30-ന് ഫാദർ ജെറിൻ ചൂണ്ടൽ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപവും വഹിച്ച് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ, സജീവ് ജോൺസൺ, ജനറൽ കൺവീനർ രാജൻ തരകൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ അന്താരാഷ്ട്ര സമന്വയം വേണമെന്ന് ചെക്കോസ്ലോവാക്യയിലെ VSB ടെക്നിക്കൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഡീൻ പ്രൊഫസർ റോബർട്ട് അഭിപ്രായപ്പെട്ടു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പാൾ ഡോക്ടർ സജി CB, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, ട്രസ്റ്റ് കോർഡിനേറ്റർ അശോകൻ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത C, സിവിൽ വിഭാഗം മേധാവി ഡോക്ടർ അഭിലാഷ, മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ രാകേഷ് ഹരി, JB എജുഫ്ലൈ ഡയറക്ടർ പ്രൊഫസർ ബിജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലിയും, ലതീഞ്ഞ്, നൊവേന എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പും ഉണ്ടായി. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 7-ന് പള്ളിയങ്കണത്തിൽ അമ്പലപ്പുഴ അക്ഷരജ്വാല തിയേറ്റേഴ്സിന്റെ ഉൾക്കടൽ എന്ന നാടകം അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമ്മികനായി ദിവ്യബലിയും, 9:30-ന് ഫാദർ ജോയൽ പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ ജിൻഡോ കുറ്റിക്കാട് തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. ഉച്ചയ്ക്ക് 2-ന് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ്, വള എന്നിവയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10-ന് ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ നിബിൻ തള്ളിയത്ത്, കൈക്കാരന്മാരായ PM ജോസ്, CK ജോസ്, PC കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. 45 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ പെരുമ്പിലാവ് പോസ്റ്റ് ഓഫീസിലെ ഷാഹുൽ ഹമീദിന് സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. കരിക്കാട് പോസ്റ്റ് ഓഫീസിൽ വെച്ച് പോസ്റ്റ് മാസ്റ്റർ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ഗുരുവായൂർ പോസ്റ്റൽ സബ് ഇൻസ്പെക്ടർ TC പ്രശാന്ത്, മെയിൽ ഓഫീസർ വേണുഗോപാൽ, പെരുമ്പിലാവ് പോസ്റ്റ് മാസ്റ്റർ രമാദേവി, അനു ആന്റോ, നിഖില, ഫാദർ സണ്ണി ചാക്കോ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സഹപ്രവർത്തകരും നാട്ടുകാരും ഷാഹുൽ ഹമീദിന് സ്നേഹ ഉപഹാരങ്ങൾ നൽകി. ആൽത്തറ സ്കൂളിൽ നടന്ന വിരുന്നു സൽക്കാരത്തിൽ നാട്ടുകാരും മത, രാഷ്ട്രീയ, സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. CPM-ന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ എളവള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. CPIM ചിറ്റാട്ടുകര എളവള്ളി ലോക്കൽ സെക്രട്ടറിമാരായ PG സുബിദാസ്, PV അശോകൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, സംയോജിത കൃഷി കൺവീനർ PA ഷൈൻ, ചിറ്റാട്ടുകര എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ RA അബൂബക്കർ ഹക്കീം, KP രാജു, എളവള്ളി കൃഷി ഓഫീസർ CR രാഗേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 16 വാർഡുകളിലും സംയോജിത കൃഷിയുടെ ഭാഗമായി സാങ്കേതിക കമ്മിറ്റികൾ രൂപീകരിച്ച് 50 വീടുകൾ വെച്ച് കൃഷി ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വെണ്ട, വഴുതന, തക്കാളി, പയർ, മുളക് എന്നിവയുടെ 16,000 പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായുള്ള ബ്രോഷറിന്റെ പ്രകാശനം നടത്തി. മുല്ലയ്ക്കൽ ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സുധാകരൻ കുമ്മാത്ത്, സെക്രട്ടറി AR രജീഷ്, ട്രഷറർ AK കിഷോർ, ഷാജി, സുനിൽ, സുരൻ, ആന്തോരവളപ്പിൽ, മുരളി കളത്തിപ്പറമ്പ്, വേണു, രാമുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികളായ 300ഓളം കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മെട്രോ ഹാളിൽ നടന്ന സമ്മാനദാന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, നടൻ ശിവജി ഗുരുവായൂർ, LF കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജിസ്മ തെരേസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. നവംബർ 25-ന് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 7 കാറ്റഗറികളിലായി 3600 കുട്ടികളാണ് പങ്കെടുത്തത്. ഓരോ കാറ്റഗറികളിലും 1, 2, 3 സമ്മാനങ്ങൾക്ക് പുറമെ A+, A ഗ്രേഡ് എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ നൽകിയത്. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുഖ്യാതിഥിയായിരുന്നു. ചിത്രകാരന്മാരായ ജെയ്സൺ ഗുരുവായൂർ, KK സുബൈർ, ക്ലബ്ബ് സെക്രട്ടറി ഗിരീഷ് C ഗീവർ, ബാബു M വർഗീസ്, ചാർലി മാളിയമാവ്, KB ഷൈജു, ഷാജി താനപ്പറമ്പിൽ, VK അനിൽകുമാർ, TD വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ അർബുദം, ന്യൂറോളജി, പൾമണോളജി, ജനറൽ മെഡിസിൻ, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പഴഞ്ഞി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് ക്യാമ്പിൽ വളണ്ടിയർമാരായി സേവനം നൽകി. വായനശാല പ്രസിഡന്റ് KT ഷാജൻ, സെക്രട്ടറി ഷാജി K ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ സുധൻ PA, ജോമോൻ K ജോസ്, ടോണി സണ്ണി, സാബു PS, ഉദയശങ്കരൻ M, ലൈജു PK, ലൈബ്രറിയൻ പ്രീതി KC, മറ്റു വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തൃത്താല മണ്ഡലത്തിൽ കായിക പ്രവർത്തനം സജീവമായി നടക്കുന്ന പ്രദേശം ചാലിശ്ശേരിയാണെന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിക്കുന്ന വോളിബോൾ അക്കാദമിയുടെ ലോഗോ പ്രകാശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും സജീവമായും ആസൂത്രണമായും ശാസ്ത്രീയവുമായ കായിക പരിശീലനവും കായിക പ്രവർത്തനങ്ങളും നടക്കുന്നത് ചാലിശ്ശേരിയിലാണെന്ന് മന്ത്രി ഓർമ്മപ്പെടുത്തി. കായിക കേരളത്തിന് നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത GCC ക്ലബിന്റെ പുതിയ വോളിബോൾ അക്കാദമിക്ക് മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്നും ലഹരിയുടെ പിടിയിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിക്കാൻ അതിൽ അകപ്പെട്ടു പോകാതിരിക്കാനുമുള്ള ഏറ്റവും മികച്ച മാർഗം സ്പോർട്സ് ആണെന്നും ഈ മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങളൊരുക്കാൻ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, പഞ്ചായത്ത് അംഗങ്ങളായ PV രജീഷ് കുമാർ, ദിജിമോൾ, ക്ലബ്ബ് സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ ബഷീർ, രക്ഷാധികാരി K ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി ജിജു ജേക്കബ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാജഹാൻ നാലകത്ത്, നൌഷാദ് മുക്കൂട്ട, വോളിബോൾ കോച്ച് നാസർ പാറമൽ, വൈദികരായ ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ തോമസ് ചീരൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയുടെ കീഴിൽ സ്ഥാപിതമായ അഞ്ഞൂർ അങ്ങാടി മാർ ബഹനാൻ ചാപ്പലിന്റെ പ്രധാന പെരുന്നാളും കർത്താവിന്റെ ദേവാലയ പ്രവേശന പെരുന്നാളും ആഘോഷിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപക പിതാക്കന്മാരായ പരിശുദ്ധ കാട്ടുമങ്ങാട്ട് ബാവ മാർ മലബാറിന്റെ മണ്ണിൽ ആദ്യമായി നിർമ്മിച്ച പ്രാർത്ഥനാലയമാണ് തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയം. ഇതിന്റെ കീഴിലുള്ള മാർ ബഹനാം ചാപ്പലിലാണ് പെരുന്നാൾ 2 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. വൈകിട്ട് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും ആശീർവാദവും, പ്രത്യേക ധൂപ പ്രാർത്ഥനയും കൈമുത്തും നേർച്ചയും ഉണ്ടായി. 2-ാം ദിവസം രാവിലെ 7:45-ന് പ്രഭാത പ്രാർത്ഥനയും ശേഷം 8:15-ന് വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റി പ്രദക്ഷിണവും ആശീർവാദവും കൈമുത്തും നടന്നു. തുടർന്ന് നേർച്ച വിളമ്പും ഉണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണൂർ, മറ്റു കമ്മിറ്റി, കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന ക്യാൻസർ നിർണയ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കുമുറി കുഞ്ഞു മുഹമ്മദ്, വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ സനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ 4 ദിവസമായി നടന്നു വന്നിരുന്ന ആണ്ട് നേർച്ച സമാപിച്ചു. ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തു. വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷം തോറും ആണ്ട് നേർച്ച നടത്തുന്നുണ്ട്.
കേരളത്തിലെ അജ്മീർ എന്നാണ് വിശ്വാസികൾ വരവൂർ ദർഗയെ വിശേഷിപ്പിക്കുന്നത്. അജ്മീർ ദർഗ ഷെരീഫിൽ 10 വർഷത്തോളം താമസിച്ച് അവിടെ നിന്നും തന്റെ ഗുരുവായ അമ്പംകുന്ന് ബീരാൻ ഔലിയയുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ആത്മീയ പദവികൾ നേടിയെടുത്താണ് ഉപ്പാപ്പ എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുഹമ്മദ് കുട്ടി മസ്താൻ വരവൂരിലെത്തിയതെന്ന് പറയപ്പെടുന്നു. വലിയുല്ലാഹി വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഹാനവറുകളുടെ 23ാമത് ആണ്ട് നേർച്ചയുടെ സമാപന ദിവസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഈ പ്രദേശത്ത്, ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്ത് ജാതി മത വർണ്ണവർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും ഉപ്പാപ്പയോടുള്ള സ്നേഹത്താൽ ഇവിടെ എല്ലാ കാര്യത്തിലും, ഇവിടുത്തെ അന്നദാനത്തിലാണെങ്കിലും ഇവിടുത്തെ വളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നതാണെങ്കിലും എല്ലാവരും ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ ഒരുമിച്ച് മുന്നേറുകയാണ്. പിന്നീട് ജാതിമതഭേദമന്യേ നാട്ടുകാർ തങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മസ്താനുപ്പൂപ്പയെ സമീപിച്ചിരുന്നു. വിശക്കുന്നവന് അന്നം നൽകുകയെന്ന മഹത്തായ കർമ്മം നിറവേറ്റുന്ന മഖാമിൽ നേർച്ച ദിവസങ്ങളിൽ നടത്തിയ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നേർച്ച ദിനങ്ങൾ മതസാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുചേരലുകളായി മാറി. CCTV ന്യൂസ് എരുമപ്പെട്ടി. അക്കിക്കാവ് നന്മ ക്ലബിന്റെ വാർഷികാഘോഷം നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി കാരുണ്യ പ്രവർത്തനവും നടത്തി. പ്രദേശത്തെ നിർധനരായ 200 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ്, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, പ്രദേശത്തെ നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായ വിതരണം എന്നിവയാണ് നടത്തിയത്. മുതിർന്ന വിമുക്ത ഭടൻ മണ്ഡപത്തിങ്കൽ പ്രഭാകരൻ അർഹരായവർക്ക് ധനസഹായം വിതരണം ചെയ്തു. കുന്നംകുളം ASI ബെന്നി ഭക്ഷ്യക്കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ ക്ലബ് പ്രസിഡന്റ് VM സുനിൽ അധ്യക്ഷത വഹിച്ചു. നന്മ ക്ലബ് സെക്രട്ടറി P പ്രവീൺകുമാർ, രക്ഷാധികാരി PM അബ്ബാസ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മോഹൻ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ പഴയങ്ങാടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ്, നൊവേന, പാട്ടുകുർബാനയ്ക്ക് ശേഷം അമ്പ് വെഞ്ചരിപ്പും തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വെക്കലും നടന്നു. അസിസ്റ്റന്റ് വികാരി ജീൻ ചിറയത്ത് മുഖ്യ കാർമ്മികനായി. ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 10 മണിക്ക് തിരുനാൾ പാട്ടുകുർബാനക്ക് കുർമാൻ ഗാഗുൽത്ത ധ്യാന കേന്ദ്രം റവറന്റ് ഫാദർ വിന്നി വർഗീസ് അറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികനായി. അർണോസ് അക്കാദമി റവറന്റ് ഫാദർ സണ്ണി ജോസഫ് പുത്തൻപുരയിൽ തിരുനാൾ സന്ദേശവും നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ശേഷം വൈകിട്ട് 7 മണിക്ക് കരോക്കെ ഗാനമേളയും ഉണ്ടാകും. ഫെബ്രുവരി 5 തിങ്കളാഴ്ച രാവിലെ ഇടവകയിലെ മരിച്ചവർക്കുള്ള പാട്ടുകുർബാന സെമിത്തേരിയിൽ നടക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് വികാരി റവറന്റ് ഫാദർ റാഫേൽ താണിശ്ശേരി മുഖ്യ കാർമ്മികനാകും. അസിസ്റ്റന്റ് വികാരി ജീൻ ചിറയത്ത് സഹകാർമ്മികനാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ വിൽസൺ VP, ഷേമോൻ VS, സൈമൺ OP, ജനറൽ കൺവീനർ ജോബി C ജോർജ്, പബ്ലിസിറ്റി കൺവീനർ ജിജോ ജേക്കബ് C എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് വേലൂർ. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ ചാലിശ്ശേരി മുലയമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപം ചെറുകിട കച്ചവടം നടത്തുന്ന ഭിന്നശേഷിക്കാരനും വ്യാപാരി വ്യവസായ സമിതി അംഗവുമായ കടവാരത്ത് പ്രകാശനും ഭാര്യയ്ക്കും കേരള വ്യാപാരി വ്യവസായ സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം നൽകി. ഭാരവാഹികളായ TK മുഹമ്മദ്, ഫാമിലി രാജൻ, കടവാരത്ത് രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗവും വ്യാപാരി വ്യവസായ സമിതി രക്ഷാധികാരി കൂടിയായ VS ശിവാസ് എന്നിവർ സ്ഥാപനത്തിലെത്തിയാണ് തുക കൈമാറിയത്. ചിറ്റാട്ടുകരയിൽ MP സിദ്ധാർത്ഥൻ സ്മാരക റോഡ് നാടിന് സമർപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന താമരപ്പള്ളി ചൊവ്വലൂർപ്പടി PWD റോഡിൽ നിന്നും ആരംഭിച്ച് കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് വരെയുള്ള MP സിദ്ധാർത്ഥൻ സ്മാരക റോഡാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് 2022-23 പ്രകാരം 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KD വിഷ്ണു, NB ജയ, TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കൃഷി ഓഫീസർ CR രാഗേഷ്, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, CPIM എളവള്ളി ലോക്കൽ സെക്രട്ടറി, മണലൂർ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു MP സിദ്ധാർത്ഥൻ. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് മുകളിൽ ഇരുമ്പുപാലം സ്ഥാപിച്ച് ചിറ്റാട്ടുകര മത്സ്യമാംസ മാർക്കറ്റിലേക്ക് റോഡ് നിർമ്മിക്കാനും പഞ്ചായത്ത് പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. CCTV ന്യൂസ് കേച്ചേരി.
വടക്കേക്കാട് കൊച്ചന്നൂർ സ്കൂളിൽ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി തായ്ക്കൊണ്ടോ പരിശീലനം ആരംഭിച്ചു. രാജ്യാന്തര റഫറിയും പരിശീലകനുമായ ബഷീർ താമരത്തിന്റെ കീഴിലാണ് പരിശീലനം. സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 40ഓളം പെൺകുട്ടികൾക്കായാണ് തായ്ക്കൊണ്ടോ പരിശീലനം നൽകുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക സുമംഗലി, പ്രോഗ്രാം കോർഡിനേറ്റർ അശ്വിനി PA, കായിക അധ്യാപകൻ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുന്നയൂർകുളം പരൂർ ശിവക്ഷേത്രത്തിലെ താഴേക്കാവിൽ ഭഗവതിയുടെ വേല മഹോത്സവം വർണ്ണാഭമായി. വേല ദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിന്റെ താഴത്തേക്കാവിൽ വിശേഷാൽ പൂജകളും അർച്ചനകളും ദേവിക്ക് പട്ടും താലിയും ചാർത്തലും നടക്കൽ പറവെപ്പും മേളവും ഉണ്ടായി. തുടർന്ന് വൈകിട്ട് വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം വേലക്കയറ്റവും പയ്യപ്പന്തലിൽ കാളിദാരിക സംവാദത്തിന് ശേഷം മഹാഗുരുതി തർപ്പണത്തോടുകൂടി ദേവിയുടെ ആണ്ടുപിറന്നാളിന് പരിസമാപ്തിയായി. പൂജകൾക്ക് കർമ്മി മാഞ്ചിറക്കൽ റനീഷ് നേതൃത്വം നൽകി. ഉത്സവാഘോഷത്തിന് ക്ഷേത്രം രക്ഷാധികാരി രമണി അശോകൻ നാലപ്പാട്ട്, പ്രസിഡന്റ് മോഹനൻ പൊലിയത്ത്, സെക്രട്ടറി ശ്രീനിവാസൻ താണിശ്ശേരി, ട്രഷറർ രാജൻ പള്ളിക്കാട്ടിരി തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 2-ന് ഹരിശ്രീ തെക്കുംഭാഗം കമ്മിറ്റിയുടെ 33ാമത് വാർഷികോപഹാരമായി കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്രയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ചാവക്കാട് ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കേക്കാട് ICA ഇംഗ്ലീഷ് സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ME അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KATF ജില്ലാ സെക്രട്ടറി മൂസിൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. LP വിഭാഗത്തിലും UP വിഭാഗത്തിലും HSS തിരുവള്ളന്നൂർ വിജയികളായി. LP വിഭാഗത്തിൽ HILP സ്കൂൾ പുത്തൻകടപ്പുറവും UP വിഭാഗത്തിൽ RPM UP സ്കൂൾ എടക്കഴിയൂരും റണ്ണേഴ്സായി. ICA സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് OM മുഹമ്മദ് അലി സമ്മാനദാനം നിർവഹിച്ചു. മുഹമ്മദ് മാസ്റ്റർ, നജീബ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർകുളം കുണ്ടനി ദണ്ഡൻസ്വാമി ക്ഷേത്രം വേല മഹോത്സവത്തിന്റെ കൊടിയേറ്റവും പ്രദക്ഷിണ വഴി തൂക്കുവിളക്ക് സമർപ്പണവും നടന്നു. ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി ബാലൻ തണ്ടേങ്ങാട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. തുടർന്ന് ഭക്തരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച പ്രദക്ഷിണ വഴി സമർപ്പണവും തൂക്കുവിളക്ക് സമർപ്പണവും നടത്തി. തുടർന്ന് ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടവാദ്യ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. വീരശൃംഖല ജേതാവ് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ ശിക്ഷണത്തിലാണ് വാദ്യമേളം ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കുന്നത്. വൈകിട്ട് മേളത്തോടുകൂടി നിറമാല, ചുറ്റുവിളക്ക്, പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും നാട്ടുതാലം എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. ബുധനാഴ്ച രാത്രി 7-ന് കലാസന്ധ്യ, വ്യാഴാഴ്ച രാത്രി 7-ന് നാടൻപാട്ട്, വെള്ളിയാഴ്ച രാത്രി 7-ന് ഗാനമേള എന്നിവയും 9 മണി മുതൽ വാണ്യവും ഉണ്ടായിരിക്കും. ശനിയാഴ്ച വേല ദിവസം രാവിലെ പറവെപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് വിവിധ ആഘോഷ സമിതികളുടെ നേതൃത്വത്തിൽ വേല ഉത്സവ വരവുകൾ, രാത്രി 8-ന് നാടകം എന്നിവ ഉണ്ടാകും. ഭാരവാഹികളായ PK രാജേഷ്, CK ഷൺമുഖൻ, KM നിർമ്മലൻ, KM പ്രകാശൻ, MG സന്തോഷ്, ഹരി എഴുത്തുപുരക്കൽ, ഗോകുൽ അശോകൻ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. വിപണി. പുന്നയൂർകുളം ആറ്റുപുറത്ത് ന്യൂ അക്ഷരം ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. ഡ്രൈവിംഗ് പരിശീലന രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് പുന്നയൂർകുളം ആറ്റുപുറം പരൂർ റോഡിൽ ന്യൂ അക്ഷരം ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമ ലീന സന്തോഷിന്റെ മക്കളായ ശ്രിയ, ശ്രീദേവ്, ബദ്രിനാഥ്, ധീരനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 2 വീലർ, 4 വീലർ എന്നിവയുടെ ലൈസൻസിന് വേണ്ടിയുള്ള പരിശീലനം. വനിതകൾക്ക് വനിതകൾ തന്നെയാണ് പരിശീലനം നൽകുന്നത്. സൗകര്യപ്രദമായ സമയത്ത് ഡ്രൈവിംഗ് പരിശീലനം നൽകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ക്ലാസുകൾ ലഭ്യമാകുന്നു. ലൈസൻസ് ഉള്ളവർക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള പരിശീലന ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. ന്യൂ അക്ഷരം ഡ്രൈവിംഗ് സ്കൂൾ, ആറ്റുപുറം, പരൂർ റോഡ്, പുന്നയൂർകുളം. ഫോൺ 9605482689 9946985070. സഹോദര സ്ഥാപനം അക്ഷരം ഡ്രൈവിംഗ് സ്കൂൾ, ഇരിങ്ങപ്പുറം, ഗുരുവായൂർ. കുന്നംകുളം YWCAയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. ഗുരുവായൂർ സിവിൽ പോലീസ് ഓഫീസർ ബിയോണ ഐസക്, സെയിൽ
2024 ഉദ്ഘാടനം ചെയ്തു. YWCA പ്രസിഡന്റ് പ്രിയ ജിനി, സെക്രട്ടറി ആനി ഇട്ടുപ്പ്, ട്രഷറർ മേഴ്സി മാത്യു എന്നിവർ സംസാരിച്ചു. കിഡ്സ് റെഡിമെയ്ഡ്സ് ഡ്രസ്സുകൾ, എംബ്രോയ്ഡറി സാരികൾ, ഹാൻഡ്മെയ്ഡ് കമ്പിളി ഉൽപ്പന്നങ്ങൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ബെഡ്ഷീറ്റുകൾ, വിവിധതരം കോസ്മെറ്റിക്സ്, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക്സ്, ക്രോക്കറി, ഗൃഹോപകരണങ്ങൾ എന്നിവയാണ് ഒരുക്കിയിരുന്നത്. YWCA ബോർഡ് മെമ്പർമാരായ എക്സിബ ജോഷി, സുനിത മോഹൻ, മെറീന നെൽസൺ, ഹണി വർഗീസ്, ലിസി സൈമൺ, മിനി വിൽസൺ, മിനി ഷൈജൻ എന്നിവർ നേതൃത്വം നൽകി. ചരമം. ചിറമനേങ്ങാട് വടക്കുമുറി വടക്കേപ്പറമ്പിൽ നാരായണപ്പണിക്കർ മകൻ രാജൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. രമണി ഭാര്യയാണ്. രാജേഷ്, രജിത എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ പരേതനായ കോലാടിപ്പറമ്പിൽ തങ്കു മകൾ ഗിരിജ നിര്യാതയായി. 56 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി പറപ്പൂക്കാവ് ദേവസ്വം പൊതുയോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. TN പ്രതാപൻ MPയുടെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത്. നിർമ്മാണത്തിനിടെ വശം തകർന്ന പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ കണ്ടംകുളത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയില്ല. നിർമ്മാണത്തിലെ അപാകതയാണ് അരികുവശം ഇടിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ. പ്രശ്നപരിഹാരത്തിനായി സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മക്കാം ഷെരീഫിലെ 4 ദിവസമായി നടന്നുവന്നിരുന്ന ആണ്ടുനേർച്ച സമാപിച്ചു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ ആണ്ടുനേർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.